ഹലോ ഗെയ്സ്, നമ്മളിന്ന് പോകുന്നത് രാമേട്ടൻ്റെ ചായക്കടയ്ക്കാണ്. ഇപ്പം ഞാനിപ്പോൾ ചൈന കളർ റോഡിനാണ്. ചൈന കളർ റോഡ് മാറ്റങ്കിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടുന്ന് നേരെ തെക്ക് ഭാഗത്തേക്ക് കടന്നാൽ മണികണ്ഠൻ ടാക്കീസിൻ്റെ നേരെ വടക്ക് ഭാഗത്തുള്ള ഈ കാണുന്ന കടയാണ് രാമേട്ടൻ്റെ ചായക്കട. ഇവിടെ അവിൽ സ്ത്രീയാണ് ഫേമസ്. ബ്ലോഗർമാരെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ നിന്ന് മില്യൺ കണക്കിന് വ്യൂസാണ് ഇവരുടെ അവിൽ സ്ത്രീയെ പറ്റിയുള്ള വീഡിയോ ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ബ്ലോഗർമാരുടെ തിരക്കാണ് ഇവിടെ അനുഭവം. വാഹനങ്ങളിൽ ആൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഒരുപാട് വിദൂര സ്ഥലങ്ങളിൽ നിന്നും വന്നിറങ്ങാൻ വേണ്ടി തുടങ്ങി. ഇവരുടെ അവിലിസ്ത്രീ കഴിക്കും. അവിലിസ്ത്രീ മാത്രമല്ല, ഇവിടെ പല ഐറ്റംസ് ഉണ്ടെന്ന് പറയാം. രാമയുടെ വലിയ കലത്തിൽ പാലുമായി വരുന്നു. ഇത് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. രാവിലെയും വൈകുന്നേരവും നല്ല തിരക്കാണ് അവിലിസ്ത്രീയും മറ്റ് ചെറുകടികളും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ രാമേട്ടൻ്റെ സതീശേട്ടനാണ് ഇപ്പോൾ അവർ വാരി വിടുന്നത്. ഇത് നിർത്താതെ ഇങ്ങനെ അവിലിസ്ത്രീ ഇങ്ങനെ വൈകുന്നേരം സന്ധ്യ ഒരു 6 മണി വരെ ഇങ്ങനെ എടുക്കലേ ഇവർക്ക് പണിയുണ്ടാവില്ല. അത്രയും തിരക്കാണ്. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെ ഞാനൊരു സൈഡിൽ നിന്ന് പിടിക്കുന്ന വീഡിയോ. ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര കട 19 വർഷം കഴിഞ്ഞായിരിക്കും. അതുപോലും വരാം. അച്ഛൻ്റെ പേര് രാഘവൻ അല്ലേ? ഈ ഫോട്ടോ കാണുന്നത് രാഘവൻ. ഇപ്പം തന്നെ ഇവിടെ അവിലിസ്ത്രീയാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾ അവിലിസ്ത്രീക്കാണ് വരുന്നത് അല്ലേ? അതെ. പിന്നെ എന്തെല്ലാം കടിയിൽ പുട്ട്, ഇഡലി, ദോശ, പിന്നെ കറികൾ, പിന്നെ എണ്ണക്കടികൾ, പിന്നെ നുറുക്ക് ഉണ്ട എല്ലാം ഉണ്ടല്ലേ? മുട്ട പുഴുങ്ങി, പിന്നെ പരിപ്പൂട, പഴംപൊരി, ഇലയട, എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് കേട്ടന്നെ അല്ലേ സതീശേട്ടൻ? ഇപ്പോൾ രാമേട്ടൻ്റെ കട എന്നൊന്നും ഇപ്പോൾ അറിയപ്പെടുന്നില്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും നിന്ന് ഫുൾ ഇതാണല്ലേ, ഫേമസ് ആണല്ലോ അല്ലേ? ആ, നല്ല നാടൻ അവിലാണ് അവിലിസ്ത്രീക്ക് ഇവർക്ക് നിർബന്ധം. അപ്പം നല്ല പൊരി പോലെ എപ്പോഴും പുതിയതായിരിക്കും. പഴകാനിവിടെ ഷോക്ക് ബാക്കിയൊന്നും നിൽക്കില്ല. അതിങ്ങനെ കഴിയുന്നതിന് എടുത്തെടുത്ത് പുതിയ സ്റ്റീൽ ഡ്രമ്മിലേക്ക് നിറച്ച് വെക്കും. അതിപ്പോൾ തന്നെ തീരും. പിന്നെ അതിൻ്റെ കൂടി നല്ല വളരെ സാധനം ഓമപ്പൊടി, നമ്മൾ അധികം സമയങ്ങളിൽ ഓമനപ്പൊടി എന്ന് പറയും. പിന്നെ റോവശപ്പഴം, ഇഷ്ടം പോലെ റോവശപ്പഴ കൊലകളിങ്ങനെ കരുതിക്കൊണ്ടേയിരിക്കും. രാവിലെ തന്നെ കായ് കച്ചവടക്കാർ ഒരുപാട് കൊലകൾ ഇവിടെ റോവഷൻ്റെ വാഴക്കൊല കൊണ്ടുവെക്കും. രാമേട്ടൻ്റെ അടുത്തിന് തൂക്കുവന്നു നിലത്ത് വെച്ച് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് തൂക്കിയിടണം. സതീശേട്ടൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓമപ്പൊടി, പഞ്ചസാര, അവിൽ നല്ല കാച്ചി കുറക്കി എന്നറിയാം പറയും. ഈ റോബസ്റ്റ് പഴം കട്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സ്റ്റൈലാണ്. നമുക്കങ്ങനെ കഴിയില്ല ഇതേപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു ഭാഗം തോല് പൊളിച്ച് കളഞ്ഞ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതാ ഒരു കല പാല് കൊണ്ടുവച്ചാൽ ഇപ്പം തന്നെ ദേശം കഴിയാറായി. ഇത് കഴിയുമ്പോൾ ആദ്യം കൊണ്ടുവെക്കും. അപ്പോൾ നിങ്ങളിവിടെ അവിലിസ്ത്രീ കഴിക്കാൻ വരുമ്പോൾ എന്താണ്, ഇവിടെ ഗൂഗിൾ പേയും ഫോൺ പേയും ഇല്ല. അപ്പോൾ ക്യാഷ് കരുതണം. ഇവിടെ എന്ത് കാര്യം എന്ന് വെച്ചാൽ നല്ല കച്ചവടമുള്ള സ്ഥലം. അപ്പം ഇവർ
എപ്പോഴും ഈ ബ്ലോഗർമാരെ കൊണ്ടില്ല ശല്യം എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാനും പിടിക്കാൻ പോയിരുന്നു, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഒരു അരുവെന്ന് പിടിക്കാം, ഞങ്ങൾ അത്രയും ഫേമസ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നാട്ടുകാരനും കൂടിയാണ്, അവിടെ ഒന്നും പറയാനില്ല. എല്ലാവരും ആരോടും പിടിക്കേണ്ടതെന്ന് പറയാനില്ല. ഈ ബ്ലോഗർമാരെ കൂടെ എപ്പോഴും ഇവർക്ക് ഒരു സൂര്യക്കട, അത്ര ഫേമസ് ആയി വരും. ഒരു വലിയ യൂട്യൂബർ ആണെങ്കിൽ രാമേട്ടൻ്റെ ചായക്കടയെ പറ്റി വീഡിയോ ചെയ്തിരിക്കണം, ഇവരെ അവലിസ്ഥിനെ പറ്റി ചെയ്തിരിക്കണം നിർബന്ധം. അവിടെ അപ്പോൾ നമ്മൾ ഈ കട തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു 52 വർഷത്തിലേക്ക്, അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അച്ഛൻ്റെ പേര് രാഘവൻ എന്നല്ലേ, രാഘവട്ടൻ. ആ അറിയാം. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണല്ലേ രാഘവട്ടൻ? അപ്പോൾ നിങ്ങൾ സൗകര്യം കിട്ടുമ്പം കണ്ണൂർ ജില്ലയിലെ കണ്ണപുരത്ത് ചൈനാക്കൽ റോഡിൻ്റെ മണികണ്ഠൻ ടാക്കീസിൻ്റെ സമയത്തുള്ള ഈ രാമേട്ടൻ്റെ അവലിസ്ഥിരി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് കഴിക്കണം. ഇവിടെ അവലിസ്ഥിരി മാത്രമല്ല, ഇനി പാൽ ബണ്ണി, ഇലയട, പരിപ്പുവട, സുഖീൻ, ബോണ്ട, അലുവ, മുട്ട കേക്ക് എന്നിവിടെ എല്ലാവിധ ചെറുകടികളുമുണ്ട്, എണ്ണക്കടികളുണ്ട്. ഇനി നമ്മൾ നേരത്തെ കൊണ്ടുവന്ന കലത്തിൽ പാൽ മുഴുവൻ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് പുതിയ കലം നിറച്ച് പാൽ മേടിച്ച് വീണ്ടും കോരിയെടുക്കും. ഇതാ കലം നിറച്ച പാലുണ്ട്. ഇത് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തീരും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അവലിസ്ഥിരി കണ്ട് പിടിയാം. ഇവിടെ ഗൂഗിൾ പേ ഇല്ല, അതാദ്യം പറഞ്ഞേക്കാം. അപ്പോൾ ഫോൺ പേ ഗൂഗിൾ പേ ഒന്നുമില്ല. എല്ലാവരും രാമേട്ടൻ്റെ ചായ ഒരു ഒന്നൊന്നര ചായയാണ്. ഇവിടുത്തെ ചായൻ്റെ ടേസ്റ്റ് നമ്മൾ ഈ നാട്ടിൽ ഏടിയും കിട്ടില്ല. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇവരുടെ ചായ. അതെന്താണെന്ന് അതൊരു കൈപ്പുണ്യം എന്ന് പറയാം. പിന്നെ ഇവിടെ നല്ല പുഴുങ്ങിയ ഇലയുടെയുണ്ട്, പരിപ്പൊടിയുണ്ട്. പരിപ്പൊടിയിൽ കഴിയാറായി. ബന്ന്, മസാല ബന്ന്, അങ്ങനെ പലതരത്തിലെ ബന്നുണ്ട്. ഈ മസാല ബന്നിന് പാലൊഴിച്ചിട്ട് കഴിക്കും. ദർഘോഷ കുലകൾ ഉണ്ട്. വീണ്ടും സഹിച്ചേട്ടൻ വീണ്ടും അവലിസ്ഥിരി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് വിശ്രമമില്ല. ഇത് പാല് അവലിസ്ഥിരി ഇത് മുഴുവൻ കഴിയുന്നത് വിശ്രമമില്ല. ഇത് കഴിഞ്ഞാൽ ഈ അടുത്ത് വരാൻ പോകുന്നത് മസാല ബന്നിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട്. ഇത് പാൽ ഒഴിച്ചിട്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഒരു അനുഭവം, ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. അവല്, പാല്,
ഓമപ്പൊടി പാലിൽ കോരി ഒഴിക്കുന്നുണ്ട് ഒരുപാട്. അതിന് ഒരളവുണ്ടാവും അല്ലേ? ആ. ഇനി നമ്മൾ കാണുന്ന മസാല ബന്ന് പാല് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. പാല് പഞ്ചസാര ചേർത്ത് ഇതൊരു അസാധ്യ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചില്ലെങ്കിൽ ഇതൊന്ന് കഴിക്കണം. നല്ല കട്ടിയിൽ പാല് ഈ മസാല ബന്ന് വെച്ചിട്ട് അതൊരു നല്ല ഇതായി വരും. നല്ല ഐസ്ക്രീം പോലെ ആയി വരും. അത് കഴിക്കാൻ ഇവിടെ ആളുകൾ ഒരുപാട് വരുന്നുണ്ട്.